ഹലോ, ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്പൈസി ആയിട്ടുള്ള ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ ടേസ്റ്റിയാണ് ഇത്. നമുക്ക് ചോറിൻ്റെയും ദോശ, ചപ്പാത്തി അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഇപ്പം ഞാൻ ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പം ഞാൻ ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലൊക്കെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാലും വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർക്കുകയാണ്. എന്നിട്ട് ഇത് എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 2 തണ്ട് കറിവേപ്പിലയും 1 ടീസ്പൂണോളം പെരിഞ്ജീരകവും പിന്നെ 2-3 ചെറിയ കഷ്ണം പട്ടയും കൂടെ ചേർക്കുകയാണ്. ഇനി ഇതും കൂടെ ഒന്ന് എണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 2 സവാള സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തതും പിന്നെ 2-3 പച്ചമുളക് നെടുകെ കീറിയതും കൂടെ ചേർക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് സവാള പെട്ടെന്ന് സോഫ്റ്റായി വരാനും വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി സവാള നന്നായിട്ട് വാടി വരുന്നത് വരെ നമുക്കിത് ഇങ്ങനെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് കുക്കായി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ പീസസ് ആണ് ചേർക്കേണ്ടത്. ഇതിനായിട്ടിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 1/4 കിലോയോളം ചിക്കനാണ്. വളരെ ചെറുതായിട്ടാണ് ഞാൻ ഇതിനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൽ എല്ലുള്ള പീസും എല്ലില്ലാത്ത പീസും എല്ലാം ഉണ്ട് കേട്ടോ. ഇതിനിപ്പോൾ ഞാൻ പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലെക്സും കൂടെ ചേർക്കുകയാണ്. അതായത് നമ്മുടെ ഉണക്കമുളക് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അടുത്തതായിട്ട് ഇതിലേക്ക് മസാലപ്പൊടി ചേർക്കുകയാണ്. ഇപ്പോൾ ഞാൻ 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ആദ്യം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയുടെ ആവശ്യമില്ല കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ചിക്കനൊക്കെ ഒന്ന് കുക്കാവുന്നത് വരെ ഒരു 5 മിനിറ്റ് നമുക്കിതിനെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ചു വെക്കാം കേട്ടോ. ഇതിൽ വെള്ളം ഒട്ടും തന്നെ ചേർക്കരുത്. വെള്ളം ചേർക്കാതെ നമുക്കിതിനെ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചിക്കൻ നല്ല ഡ്രൈ ആയി നല്ല ഡാർക്ക് കളറായിട്ട് വരും. അതുവരേക്കും കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിക്കന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഏകദേശം ഇങ്ങനെ ഒരു 10 മിനിറ്റോളം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പം ഞാനിതിനെ 10 മിനിറ്റോളം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ല പോലെ ഡ്രൈ ആയി നല്ല കുക്കായി കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ സെർവ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് ചോറിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനായിട്ട് വീഡിയോയ്ക്ക് താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കാണാം. ഇതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ മറക്കാതെ പ്രസ് ചെയ്ത് വെക്കണേ. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം.